അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മീൻസ് ഇത്രയും നാൾ മറ്റേ എന്താ പറയുക, നാട്ടിൽ നിന്ന് ലക്നൗവിലോട്ട് പോകുന്നതിൻ്റെ മറ്റേ ട്രിപ്പിൻ്റെ വ്ളോഗ് തന്നെയായിരുന്നു മൊത്തം അത് വന്നുകൊണ്ടിരിക്കുന്നത്, ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അപ്പം ഒരു 1-2 ആഴ്ച കൂടുതലായി ഞാൻ ഇപ്പം വ്ളോഗൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തത്. ഇവിടെ ലക്നൗവിലത്തെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. ഇന്ന് എന്തോ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് ഇവിടെ ഒരു മീറ്റപ്പ് ഉണ്ട്. മീറ്റപ്പ് എന്ന് പറയാൻ സൺഡേ റൈഡ് പോലത്തെ ഒരു സംഭവം. അപ്പം അതിന് വേണ്ടി പോവാണ്. അതോ ഫ്രണ്ടിൽ പോകുന്നതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് പെട്രോൾ അടിക്കണം വണ്ടിക്കകത്ത്. അപ്പം അതാണ് പോകുന്നത്. ഫസ്റ്റ് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്, അത് ജസ്റ്റ് ചെറിയൊരു മീറ്റപ്പ്. രാത്രി ഇങ്ങനെ ഗ്രൂപ്പിലിങ്ങനെ വന്നിങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ട്. അപ്പം വേണ്ടവർക്കൊക്കെ വരാം, ചുമ്മാ റൈഡൊക്കെ പോയിട്ട് വരാം. സൺഡേ റൈഡ് പോലത്തെ സംഭവം. അപ്പോൾ അതിനാണ് ഇപ്പം എന്തായാലും പോകാൻ പോകുന്നത്. എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ നേരത്തെ പോയിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സൈഡ് കൂടെ പോകാം. റോങ് സൈഡ് പോകുന്നതിന് കുറ്റമൊന്നും പറയരുത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇത് എക്സ്പ്രസ് ഹൈവേ പോലൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേണിങ് കിട്ടണം. അങ്ങ് അറ്റത്തോ ഇങ്ങറ്റത്തോ പോകണം. ഏതെങ്കിലും ഒരു അറ്റം പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ല എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു ജംഗ്ഷൻ വരണം. അപ്പോൾ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതൊരു ജംഗ്ഷൻ, അതുകൊണ്ട് നമ്മൾ ടേൺ എടുത്തത്. ഇത് കയറിപ്പോട്ടെ. എൻ്റെ വണ്ടി മിസ്സിങ് അടിക്കാൻ തുടങ്ങി. പെട്രോൾ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് അധികം ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല. ഈ വണ്ടി സർവീസ് റിമൈൻഡറും അതുമൊക്കെ ആയി കിടക്കും. വണ്ടി ഫുള്ള് സർവീസ് ചെയ്യാതെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് പുള്ളി പിന്നെ വിളിച്ചത്. ഇങ്ങനെ പറഞ്ഞിട്ട് വാ, കുഴപ്പമില്ല, നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവരത്തൊക്കെ ചോദിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുളിച്ചോണ്ട് പോവുക. എന്തായാലും കൊള്ളാം, പോട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു. 500 രൂപയ്ക്ക് അടിച്ച്. പിന്നെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇതിനകത്ത് എന്ത് വ്യൂ ആണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഞാനങ്ങ് വീഡിയോ എടുക്കുക. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ GoPro ഓൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ വ്യൂ കിട്ടുന്നത്, എന്താ കിട്ടുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പം ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റുന്നത് എന്തൊക്കെയാണത് പോരായ്മകളുണ്ട്, എൻ്റെ മൈക്ക് വർക്ക് ആവുന്നുണ്ടോ പ്രോപ്പർലി, ഇതെല്ലാം എനിക്ക് നോക്കണം. ഒന്നും അറിയാൻ വയ്യ. മൈക്ക് വർക്കാവുന്നൊരു പ്രതീക്ഷയുണ്ട്, അല്ലാതെ ഒരിതുമില്ല. പിന്നെ ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലൈക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്താ പറയുന്നത്, ഇപ്പം മീറ്റപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലം വലിയ ദൂരമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ച എങ്ങനെയാ? അയ്യോ അമ്മേ. പിന്നെ ഈ കാണുന്നതാണ് ലക്നൗ HCL. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലക്നൗ HCL. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് പോയിന്റ്. നമുക്കിവിടെയാണ് വരണമെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ പട്ടിക്കുട്ടിയും ഉണ്ട് അവിടെ. ഇതേണ്ടത് ഇതിനെയും കൊണ്ടുവന്നു കറങ്ങാൻ പോകാൻ. ഇതും റൈഡിന് പോകാൻ വേണ്ടി ഇനി സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ അതും സെറ്റപ്പ്. क्या समझा नहीं? हाँ. അപ്പോൾ ഗായ്സ്, ഓരോരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു കണ്ട ഹിമാലയൻ, ഇത്
പിന്നെ MT, എൻ്റെ വണ്ടി, എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നന്നായിട്ട് വരട്ടെ എല്ലാവരും. മീറ്റപ്പിനുള്ള കുറച്ച് പേര് വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന. ബാക്കിൽ കണ്ടോ കുറച്ച് പേരുണ്ട്. ബാക്കിൽ കുറച്ച്, ഫ്രണ്ടിൽ 10-15 പേര്, 10 പേരുണ്ടെന്ന് തോന്നുന്നു മാക്സിമം. അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വൈബ് പോലെ ഇങ്ങനെ ചില്ലായിട്ട് നടക്കും. എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എവിടെയാണ് പോകുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളങ്ങ് പോവുകയാണ്. അയ്യോ, എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത് ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ഇങ്ങനെ വൈബ് ചെയ്ത് ചില്ല് ചെയ്ത് പോവുക. സത്യം പറഞ്ഞ ഗൈസ്, എൻ്റെ ഫസ്റ്റ് ലൈക്ക് ഗ്രൂപ്പ് റൈഡ് പോലത്തെ ഒരു സംഭവം അത്. ലൈക്ക് ഭയങ്കര കോർഡിനേഷനിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പിടിച്ച് എല്ലാവരും ഇങ്ങനെ പോകുന്നത്. ആരും ലൈക്ക് ഓവർടേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ റാഷ് ഡ്രൈവോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് പോകുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ചുമ്മാ ഇങ്ങനെ കറങ്ങാം. ഒരു സൺഡേ റൈഡ്, ഒരു ബൈക്കെടുത്ത് എല്ലാവരും കൂടെ പോകുന്നത്. കുറച്ച് സംസാരവും ചിരിയും കളിയും അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരിത്. ഇതാണ് ലക്നൗവിലെ ഒരു സൈഡിലെ വ്യൂ. ലക്നൗവിന് വേറൊരു സൈഡും ഉണ്ട്. എന്തായാലും നമ്മളിപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. സീതാപൂർ 101 കിലോമീറ്റർ, ലക്നൗ 20 കിലോമീറ്റർ. ലൈക്ക് ബാരാബങ്കി അങ്ങോട്ട് പോകുന്നു. ലക്നൗവിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അപ്പം ഒരു സർക്യൂട്ട് പോലെ ആക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു ഇവർ ചെയ്യുന്നത്. എന്തായാലും നോക്കാം. എൻ്റെ ക്യാമറ ക്വാളിറ്റി എത്ര നല്ലതായിട്ട് പോകുന്നുണ്ട് ഒന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ എല്ലാവരും ട്രൈ ആണ്. പിന്നെ ഇപ്പം എല്ലാവരും ഒന്ന് കൈ കൊടുത്ത് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോകുന്നതെന്നും എനിക്കറിയാൻ വയ്യ. നല്ല 100, അതിൻ്റെ പറഞ്ഞ 100, 110 അത്രയൊക്കെ പോകുന്നുള്ളൂ നോർമൽ ക്രൂസിങ് സ്പീഡ്. അത് കൊള്ളാം. എൻ്റെ കൂടെ ഒരു കുഞ്ഞു പട്ടിയില്ലായിരുന്നോ, ലൈക്ക് ഒരു ഷിറ്റ്സു ഡോഗ്, നമ്മുടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ആ പട്ടിക്കുട്ടിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ റൈഡിനൊക്കെ പോകുന്നത്. നമ്മളെല്ലാ ചായയൊക്കെ കുടിക്കാൻ പോകുമ്പോൾ തൊട്ടപ്പുറത്തോട്ടൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോവും. ഇങ്ങനെ ബാഗിനകത്തോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചോ നമ്മളിങ്ങനെ കൊണ്ടുപോകും. പക്ഷേ എന്താ പറയുന്നത്, ഇപ്പം ഞാൻ ഇച്ചിരി സ്പീഡ് കൊടുത്ത് കൈ കൊടുത്തൊരു 80-90 പോകുമ്പോൾ പട്ടിക്ക് പേടിയാവുന്നു. ലൈക്ക് ഇതെന്താ സംഭവം എന്നറിയാൻ വയ്യ. ആൾക്ക് ഭയങ്കര പേടിയും കരച്ചിലും കുരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോഴാണൊന്ന് അടങ്ങിയത്. അപ്പം അതിന് മനസ്സിലായി വരുന്നുള്ളൂ. അത് കൊച്ചതല്ലേ, അത് നമുക്ക് ഇനിയും കുറേ റൈഡുകളൊക്കെ കൊണ്ടുപോകാനുള്ള. അതിന് ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. പിന്നെ അതല്ല, നമുക്കിനി കുറേ ട്രിപ്പുകൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പോകുന്നില്ല. നമ്മൾ ഇവിടെ പോകുന്നതിൻ്റെ കൊണ്ടുപോകാനുള്ള പ്ലാനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇത്ര നേരം ഹൈവേയിലായിരുന്നു. ഇപ്പം എന്താ ഹൈവേന്ന് നമ്മുടെ എന്താ പറയുന്ന സർവീസ് റോഡിലോട്ട് കയറി. ഹലോ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഒരു ഡാബയുടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ അന്ന് സ്പോട്ട് എന്തോന്ന് ഇവിടെ വന്ന് നമ്മൾ ചായ അടിക്കാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. ചായ അടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഡാബയിൽ നിന്നൊക്കെ കഴിച്ചൊക്കെ ഇറങ്ങി ഇത്രയും പേരാ വന്ന്. ഇതൊക്കെയായിരുന്നു ഫുള്ള്. അപ്പം ബാക്കി ഇത്രയും പേരൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരും അവരെല്ലാം പലതും പല വഴിയിലോട്ട് പോകും. നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകും. അതാണ് പ്ലാൻ. നമ്മൾ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. റൈഡ് സ്റ്റാർട്ടായിരുന്നു മീൻസ് നമ്മൾ ആ ഡാബയിൽ കയറി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അവിടെ ഒരു 1 കിലോമീറ്റർ നമുക്ക് യൂട്ടേൺ അടിച്ചാൽ പോകേണ്ടത്. അപ്പം യൂട്ടേൺ ഉണ്ട്. അപ്പോൾ ആ യൂട്ടേൺ അടിച്ച് നമ്മൾ തിരിച്ച് പോകും. ഇപ്പോൾ ഇന്നത്തെ ഫുൾ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 120 കിലോമീറ്റേഴ്സ് ആണ്. ലൈക്ക് 60 കിലോമീറ്റേഴ്സ് വൺ സൈഡ്, 60 കിലോമീറ്റേഴ്സ് വൺ സൈഡ്. അതാണ് കണക്ക്. ലൈക്ക് ജസ്റ്റ് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കൊല്ലത്തുനിന്നാണെങ്കിൽ ട്രിവാൻഡ്രം പോകുന്നൊരു ദൂരം അത്ര ഒന്ന് ഓടി.
വൈകിട്ടൊരു 3 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൈകിട്ടൊരു 3 മണിയാകുമ്പോൾ വരാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 3 മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് നമുക്ക് നോക്കാം വൈബ്രേഷൻ എവിടെ നിന്നൊക്കെ വരുന്ന ഒന്നും കൂടെ കാണിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതൊക്കെയാണ് പ്ലാൻ. എന്തായാലും അതും സെറ്റാക്കി എല്ലാം കിടിലാക്കി നമുക്കിന്ന് വൈകിട്ടത്തെ ഇതിപ്പം എന്ന് പറഞ്ഞാൽ വണ്ടി ശരിയാക്കുന്നതും പിന്നെ ഒരു സൺഡേ റൈഡിന്നും കൂടെ ഉള്ളൊരു പ്ലാനിലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കുറച്ച് പരിപാടി കിടന്നുറങ്ങണം. രാവിലെ 5 മണിക്കങ്ങാണ്ട് എണീറ്റതാണ്. 5 അല്ല 4:30 എണീറ്റതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര നേരമായിട്ട് നിൽക്കുക. ഇനിയിപ്പം സെറ്റായിട്ട് പോയിട്ട് വരാം. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ബൈ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.